നമസ്കാരം. മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസിലേക്ക് സ്വാഗതം. പണ്ടൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു രോഗമായിരുന്നു ക്യാൻസർ. KGF-ലെ ഖാസിം ചാച്ച എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കന്നഡ നടൻ ഹരീഷ് റായ് 6-ാം തീയതി രാവിലെ ബംഗളൂരുവിലെ കിദ്വായ് ആശുപത്രിയിൽ അന്തരിച്ചത് എല്ലാവരും വായിച്ചതാണ്. KGF 2 സിനിമകളിലും അദ്ദേഹം ഭാഗമായിരുന്നു. കൂടാതെ ഡോൺ റായിയെ അവതരിപ്പിച്ച കന്നഡ ചിത്രമായ ഓമിനും അദ്ദേഹം പ്രശസ്തനാണ്. 55 വയസ്സുള്ള നടന് 4 വർഷം മുമ്പ് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടപ്പോഴാണ് അസുഖമുണ്ട് എന്ന് കണ്ടെത്തിയത്. KGF ചിത്രീകരണത്തിനിടയിലും തൊണ്ടയിൽ ഒരു മുഴ കണ്ടെത്തിയതായും വീക്കം ഉണ്ടായിരുന്നതായും തോന്നുന്നു എന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായിരുന്നു. വീക്കം മറയ്ക്കാൻ താൻ നീണ്ട താടി സൂക്ഷിച്ചിരുന്നതായാണ് അദ്ദേഹം ഒരു വിനോദ പോർട്ടലിനോട് പറഞ്ഞ ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങളും എല്ലാവരും കേട്ടത് തന്നെയാണ്. തന്റെ ചികിത്സയുടെ ഉയർന്ന ചെലവുകളെക്കുറിച്ചും ഹരീഷ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. മരുന്നുകൾക്കായി ഏകദേശം 70 ലക്ഷം രൂപ ചെലവഴിക്കേണ്ടി വന്നു. ഒരു കുത്തിവയ്പ്പിന് പോലും ഏകദേശം 4 രൂപയോടടുത്ത് ചെലവായി എന്നും അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 63 ദിവസത്തിനുള്ളിൽ 3 കുത്തിവയ്പ്പുകൾ അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്നു. അതിൽ ഏകദേശം 20 എണ്ണം ആവശ്യമായി വന്നിരുന്നു. ഇന്ത്യക്കാർക്കിടയിൽ തൈറോയ്ഡ് ക്യാൻസർ വളരെ സാധാരണമായ ഒന്നായി തീർന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോളോ ആശുപത്രികളുടെ അഭിപ്രായത്തിൽ ഇന്ത്യക്കാർക്കിടയിൽ തൈറോയ്ഡ് ക്യാൻസർ സാധാരണമാണ്. ആഗോളതലത്തിൽ എന്ന പോലെ രാജ്യത്തും ഇത് വർദ്ധിച്ചു വരികയാണ്. ക്യാൻസറിനുള്ള കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്നിരുന്നാലും ജനിതക ഘടകങ്ങൾ, കുട്ടിക്കാലത്ത് റേഡിയേഷന് വിധേയമാകൽ, 40 വയസ്സിന് മുകളിലുള്ള പ്രായം എന്നിവയെല്ലാം ഈ രോഗത്തിനുള്ള അപകട ഘടകങ്ങളായി കണക്കാക്കപ്പെടുന്നു. നെഞ്ച്, ദന്ത എക്സ്റേ, മാമോഗ്രാം എന്നിവയും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും നെഞ്ചിൻ്റെയെല്ലാം എക്സ്റേ എടുക്കേണ്ടി വരാറുണ്ട്. ദന്ത എക്സ്റേയും വേണ്ടി വരാറുണ്ട്. മാമോഗ്രാം അത്ര സാധാരണമല്ലെങ്കിലും മാമോഗ്രാമും എടുക്കേണ്ടി വന്നിട്ടുണ്ട്. സംശയത്തിന്റെ പേരിൽ മാമോഗ്രാം എടുക്കുന്നവരുമുണ്ട്. എല്ലാ വർഷവും സ്ഥിരമായി എടുക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ളതെല്ലാം തന്നെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ക്യാൻസറിന്റെ രൂപം എത്രത്തോളം ആക്രമണാത്മകമാണ് എന്നതിനെ ആശ്രയിച്ച് 4 തരം തൈറോയ്ഡ് ക്യാൻസറുകളുണ്ട്: പാപ്പിലറി, ഫോളിക്കുലാർ, മെഡുല്ലറി, അനാപ്ലാസ്റ്റിക്. ക്ലീവ്ലാൻഡ് ക്ലിനിക്കിന്റെ അഭിപ്രായത്തിൽ തൈറോയ്ഡ് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ ഇവയാണ്. ആദ്യത്തേത് കഴുത്തിലെ വളർച്ചയിലെ തോന്നലാണ്. കഴുത്തിലൊരു മുഴ പോലെ വളരുന്നുണ്ട്, അല്ലെങ്കിൽ കഴുത്തിൽ എന്തോന്ന് വളരുന്ന പോലെയുള്ള കഴുത്തിന്റെ ഭാഗങ്ങളിൽ തടി കൂടുതൽ തോന്നുന്ന ഒരവസ്ഥ. ഇതിനോടൊപ്പം തന്നെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്നിവ കാണാറുണ്ട്. ശബ്ദം വ്യത്യാസപ്പെടും, കൂടുതൽ പരുഷമായി തോന്നുന്നുണ്ട്. അതുപോലെ കഴുത്തിലെ വീർത്ത ലിംഫ് നോഡുകൾ, വിശപ്പില്ലായ്മ, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ശരീരഭാരം കുറയൽ, ഛർദിയും ഓക്കാനവും, ശ്വാസോച്ഛ്വാസം ഇവയിൽ ഏതിലെങ്കിലും ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ എണ്ണം ഒരുമിച്ച് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണേണ്ടതാണ്. ഈ 9 ലക്ഷണങ്ങളിൽ പലതും നമുക്കിപ്പോൾ തോന്നാറുണ്ട്. ഇപ്പോൾ വിശപ്പില്ലായ്മ ഉണ്ടെന്ന് കണ്ട് തൈറോയ്ഡ് ക്യാൻസർ ആയിക്കൊള്ളണമെന്നില്ല. കഴുത്തിലെ വീർത്ത ലിംഫ് നോഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നീരിറക്കമാകാനും സാധ്യതയുണ്ട്. പക്ഷേ ഒന്നിലധികം അല്ലെങ്കിൽ 2-ലധികം ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണുകയാണെങ്കിൽ ഡോക്ടറെ കണ്ട് അത് എന്താണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ തോന്നുന്ന, അല്ലെങ്കിൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഓക്കാനം വരുന്നു, ഛർദി വരുന്നു, ഇതെല്ലാം തന്നെ നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ടതാണ്. തൈറോയ്ഡ് ക്യാൻസർ രോഗനിർണയം ചെയ്യുന്നതിന് ക്യാൻസർ നിർണയിക്കാൻ മെഡിക്കൽ പ്രൊഫഷണലുകൾ നൽകുന്ന പരിശോധനകൾ തൈറോയ്ഡ് രക്തപരിശോധന, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ബയോപ്സി, സെന്റിനൽ നോഡ് ബയോപ്സി, അൾട്രാസൗണ്ട്, റേഡിയോ അയഡിൻ സ്കാൻ, CT, PET, റേഡിയോ അയഡിൻ സ്കാൻ എന്നിവയാണ്. ഇത്രയും ടെസ്റ്റുകളാണ് നമുക്ക് സംശയമുണ്ടെങ്കിൽ, തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഇവയെല്ലാം. ഈ ടെസ്റ്റുകളിലൂടെ ഇതെല്ലാം തന്നെ നേരത്തെ കണ്ടെത്താൻ സാധിക്കും. നേരത്തെ കണ്ടെത്താൻ സാധിച്ചാൽ തൈറോയ്ഡ് ക്യാൻസറും എളുപ്പം തന്നെ മാറ്റാവുന്നതാണ്. പക്ഷേ ആദ്യം മുതൽ തന്നെ ഈ ലക്ഷണങ്ങൾ നോക്കി എത്രയും പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ തിരിച്ചറിയേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം. നമ്മുടെ ഓരോ സ്റ്റേജിൽ 4 സ്റ്റേജ് ഉള്ളതിൽ 3 സ്റ്റേജ്, 4ാമത്തെ സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ലക്ഷണങ്ങൾ തോന്നുകയാണെങ്കിൽ എത്രയും വേഗം തന്നെ ഡോക്ടറിനെ കണ്ട് സംശയ നിവൃത്തി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ ആരോഗ്യ വാർത്തകളുമായി വീണ്ടും വരാം. മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ് സബ്സ്ക്രൈബ് ചെയ്യൂ.